സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയിൽ ആകെപ്പാടെ ഋതുവിന് ടെൻഷനായിരുന്നു. ഇന്ദിര പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് സമനില തെറ്റുന്ന പോലെ തോന്നി. ആ സമയം അച്ചു താഴേക്കിറങ്ങി വന്നു. താഴേക്കിറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ പൂർണ്ണിമ അവിടെ ഇരിക്കുന്നുണ്ട്. പൂർണ്ണിമയുടെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, അല്ല അമ്മ ആഹാരം ഒന്നും കഴിച്ചില്ലോ എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ഞാൻ കഴിച്ചെന്ന് പറഞ്ഞു. ഇത് കേട്ടോണ്ട് വന്ന ബേബി ചേച്ചി പറഞ്ഞു, പിന്നെ എപ്പോൾ കഴിച്ചു? അടുക്കളയിലേക്കും വന്നിട്ടില്ല, ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിച്ചിട്ടുമില്ല. പിന്നെ എങ്ങനെ എപ്പോൾ കഴിച്ചെന്നാ പറയണേ? പൂർണ്ണിമ പറഞ്ഞു, എനിക്ക് ആഹാരം വേണ്ട എന്ന് പറയണം. എന്താ അമ്മയ്ക്ക് വിശപ്പില്ലാത്തേ? എനിക്ക് വിശക്കുന്നില്ല മോളെ. ആ രാജേഷ് മേമ ഒന്ന് പറഞ്ഞിട്ട് പോയ കാര്യങ്ങളൊക്കെ ഓർത്തിട്ടായിരിക്കും. അതൊന്നും അല്ലാന്ന് പറഞ്ഞു. അപ്പോഴേക്കാണ് സേതുവും പല്ലവി വേണുഗോപാലിനെയൊക്കെ കാണാൻ പോയിട്ട് വീട്ടിലേക്ക് വരുന്നേ. ആ സമയം ചേച്ചി പറഞ്ഞു, നിങ്ങൾ എന്തായാലും വരണമായിരുന്നു. കുറച്ചു മുമ്പായിരുന്നെങ്കിൽ ഇവിടെ ഒരു പൂരമായിരുന്നെന്ന് പറഞ്ഞു. അത് കേട്ടതും അത് കേട്ട് കഴിഞ്ഞപ്പോൾ പൂർണ്ണിമ വിളിച്ചു, ദേ ബേബി, നിനക്ക് അടുക്കള ജോലിയൊന്നും ഇല്ലേ? അടുക്കളയിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ഞാനൊന്നും പറയുന്നില്ല എന്നും പറഞ്ഞു ബേബി ചേച്ചി അടുക്കളയിലേക്ക് പോയി. അപ്പോഴേക്ക് സേതു ചോദിച്ചു, എന്താ അമ്മേ കാര്യം? അതൊന്നും അല്ലെന്നേ. അല്ല, നിങ്ങൾ പോയ കാര്യം എന്തായി? അതോ? വേണു സാറിനെ കണ്ട് സംസാരിച്ചു. എന്നിട്ടോ എന്തെങ്കിലും തീരുമാനമുണ്ടോ? തീരുമാനമുണ്ട്, പക്ഷെ അതിനു മുമ്പ് നമ്മളൊരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞു. എന്ത്? അവളുടെ കല്യാണം നടത്തണം, മയൂരിയുടെ. അത് ശ്രീകാന്തുമായിട്ടുള്ള വിവാഹം. അപ്പോഴേക്കും അച്ചു ചോദിച്ചു, ആ വിവാഹം അല്ലേ മുമ്പ് മുടങ്ങിപ്പോയെന്ന് ചോദിച്ചു. അതെ, അയാളുമായിട്ട് വീണ്ടും വിവാഹം നടത്തുവാണെങ്കിൽ ലക്ഷ്മി അമ്മയെ വേണു സാറ് ഒന്ന് വിളിച്ചോണ്ട് പോവാന്ന്. അല്ല, അതെങ്ങനെ ചെയ്തു? അത് നടക്കുന്ന വല്ല കാര്യമാണോ? നോക്കണം, 30 ദിവസത്തെ സമയം ഞാൻ പറഞ്ഞിട്ടുണ്ട്, 30 ദിവസത്തിലൂടെ നടത്തണമെന്ന്. അത് കേട്ടപ്പോൾ അച്ചു പറഞ്ഞു, സേതുവേട്ടന് വീണ്ടും പണിയായല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും സേതു പറഞ്ഞു, അതെ, അവൾ എൻ്റെ പെങ്ങളല്ലേ, എനിക്ക് അവളുടെ കാര്യം നടത്തിവിടാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. അല്ല, ഇവിടെ എന്തോ കാര്യം ഉണ്ടായെന്ന് പറഞ്ഞ് എന്താന്ന് ചോദിച്ചു. അല്ല, അത് പിന്നെയെന്നും പറഞ്ഞുകൊണ്ട് പൂർണ്ണിമ നിൽക്കുക. അമ്മ കാര്യം എന്താ വെച്ചാൽ പറ. ആ രാജലക്ഷ്മി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അത് കേട്ടപ്പോൾ അച്ചു പറഞ്ഞു, അവര് വന്ന പുതിയ കാര്യമായിട്ടാ വന്നേന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സേതു ചോദിച്ചു, എന്താമേ, അവര് വല്ല തന്ത്രം മെനഞ്ഞുകൊണ്ട് വന്നാണോ? അങ്ങനൊന്നും അല്ലടാ, ഒരു പെറ്റമ്മയല്ലേ, അവരവരുടേതായ രീതിയിലുള്ള ന്യായങ്ങളും കാര്യങ്ങളും പറഞ്ഞു കേട്ടപ്പോൾ എനിക്കും തോന്നി ശരിയാന്നുള്ള കാര്യം. ഒന്നെങ്കിൽ ഋതുവിനെ അവിടേക്ക് വിളിച്ചോണ്ട് പോകണം, അല്ലെങ്കിൽ ഇന്ദന്റെ ഇങ്ങോട്ടേക്ക് വരണം. ഋതു പ്രഗ്നന്റ് അല്ലേ, ആ സമയത്ത് ഭർത്താവിന്റെ കെയറും കാര്യങ്ങളൊക്കെ വേണ്ടേന്ന് അവര് ചോദിക്കുന്നേ. അവന് ഇന്ദ്രന് പിന്നെ അവന്റെ കെയറിങ് കിട്ടിയാലും മതി. അമ്മയ്ക്ക് അവരിവിടെ നിറക്കി വിടാൻ മേലായിരുന്നു എന്ന് ചോദിച്ചു. എടാ മോനെ, അങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ? അവര് നല്ല കാര്യങ്ങളാ പറഞ്ഞേ. അവര് പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് എനിക്കത് തെറ്റായിട്ട് തോന്നിയതുമില്ല. എന്തെന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് ഞാൻ പറഞ്ഞു. വിളിച്ചാൽ മതി, അവൻ വന്നോളൂല്ലോ. അല്ലെങ്കിൽ അത് പറ്റില്ലെങ്കിൽ ഋതുവിനോട് അവിടെ പോയി നിൽക്കാനാ പറഞ്ഞേ. അതിന്റെ ഋതു സമ്മതിക്കും അമ്മേ? ഇല്ല, അവള് സമ്മതിക്കില്ല. അവള് പറയുന്നത് ഞാൻ മരിച്ചാലും പോകത്തില്ലെന്നും പറഞ്ഞാൽ ഋതു നിൽക്കുന്നേ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സേതു പറഞ്ഞു, അമ്മേ, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഋതു അങ്ങോട്ടേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല. എന്തിനാ ഋതു പോന്നേ? അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇനി അവന് അവിടെയും വീണ്ടും അവിടെ ഇട്ട് അവളെ ചവിട്ടാനാണോന്ന് ചോദിച്ചു. എന്താണെങ്കിലും ഞാനും ഇതിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ പൂർണ്ണിമ പറഞ്ഞു, അതല്ലട മോനെ, ഋതുവിന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്നല്ലെങ്കിൽ നാളെ അവൾക്ക് ഒരു കുഞ്ഞു പിറക്കും. അതേക്കുറിച്ചൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പം രാജേഷ്മി പറയുന്നതെല്ലാം സത്യമുണ്ടെന്ന് എനിക്ക് തോന്നി എന്നൊക്കെ പറയാം. എന്ത് ചെയ്യണമെന്ന് അറിയത്തുണ്ടായിരുന്നില്ല സേതുവിന്. അതേ സമയത്ത് വേണുഗോപാല് നല്ല ടെൻഷനോട് കൂടിയിട്ട് മുറ്റത്തോടെ എങ്ങനെ ഇല്ലാത്തവണ്. അപ്പോഴേക്കും മയൂരി അങ്ങോട്ട് വന്നു. കൂടെ ശൈലജ ഉണ്ടായിരുന്നു. മയൂരി വന്നിട്ട് പറഞ്ഞു, പപ്പ എന്ത് പരിപാടി കാണിച്ചെന്ന് ചോദിച്ചു. എന്ത്? അമ്മയെ വേണ്ടെങ്കിൽ പപ്പായ്ക്ക് അത് മുഖത്ത് നോക്കി പറഞ്ഞാൽ മതിയായിരുന്നു സേതുവേണ്ടേ. പക്ഷേ പപ്പ ആരും എന്താ ചെയ്തേ? എന്റെ കല്യാണം നടത്തുവാണെങ്കിൽ അമ്മയെ തിരികെ ഇങ്ങോട്ടേക്ക് വിളിക്കാന്ന്. അതിന് ശ്രീകാന്ത് വീട്ടുകാർ സമ്മതിക്കുന്നു പപ്പായ്ക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഇതൊക്കെ അറിഞ്ഞോണ്ടല്ലേ പപ്പ ഇങ്ങനെ പറഞ്ഞേ. അമ്മയെ ഇങ്ങോട്ടേക്ക് വിളിക്കാൻ മടിയായതുകൊണ്ട് പപ്പ വളഞ്ഞു മൂക്കെ പിടിച്ചു. ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അത് കേട്ട് കഴിഞ്ഞപ്പോൾ വേണുഗോപാൽ പറഞ്ഞു, എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം ഞാൻ പറഞ്ഞു. പപ്പ, ഇത് പക്ഷെ സ്വാർത്ഥതയാണ്. പപ്പ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല. നടക്കില്ലെന്ന് പപ്പയ്ക്ക് 100% ഉറപ്പുണ്ട്. പിന്നെ വെറുതെ എന്തിനാ സേതുവേട്ടനെയൊക്കെ നാണം കെടുത്താനായിട്ട് വേണ്ടിയിട്ട് ഇതിന് പറഞ്ഞു വിട്ടിരിക്കുന്നത്? അതിന്റെ ആവശ്യമുണ്ടോ? എന്റെ കല്യാണം എന്തായാലും ശ്രീകാന്തുമായിട്ട് നടക്കാനൊന്നും പോകുന്നില്ല. അതെനിക്കും അറിയാവുന്ന കാര്യമാണ്. വെറുതെ സേതുവേട്ടനെ നാണം കെടുത്തേണ്ട കാര്യമില്ലായിരുന്നു. ആദ്യമേ തന്നെ സേതുവേട്ടൻ മുഖത്ത് നോക്കി പറഞ്ഞാൽ മതിയായിരുന്നു അമ്മ ഇങ്ങോട്ടേക്ക് വിളിക്കാൻ താല്പര്യമില്ലാന്ന്. പപ്പായ്ക്ക് അമ്മയെ വേണ്ടെങ്കിൽ പിന്നെ വേറെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും അതിനകത്തൊന്നും ഒരു കാര്യമില്ല. എന്നാലും പപ്പ ഇത്രയ്ക്ക് സ്വാർത്ഥനായി പോവില്ലായിരുന്നു. പപ്പ ചെയ്ത ഒട്ടും ശരിയായിട്ടുള്ള കാര്യമില്ലെന്നും പറഞ്ഞു മയൂരി അങ്ങോട്ട് പോയി. അപ്പോഴേക്കും ശൈലജ പറഞ്ഞു, ഏട്ടാ, എനിക്ക് തോന്നുന്നത് മയൂരി പറഞ്ഞ് 100% ശരിയായിട്ടുള്ള കാര്യങ്ങളാണ്. വേണ്ടെങ്കിൽ വേണ്ടെന്ന് മുഖത്ത് നോക്കി പറഞ്ഞാൽ മതിയായിരുന്നു. അതിന് ഇങ്ങനെ പറയേണ്ട കാര്യമില്ലായിരുന്നു പറഞ്ഞു. അതെ, എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. നീ കൂടുതൽ എന്റെ കാര്യത്തിൽ ഇടപെടണ്ടെന്ന് വേണുഗോപാൽ ശൈലജയോട് പറഞ്ഞു. പിന്നെ ശൈലജ ഒന്നും മിണ്ടിയില്ല. മിണ്ടാതെ അങ്ങോട്ടേക്ക് പോയി. ഇതേ സമയത്ത് ഋതു ആകെപ്പാട് സമനില തെറ്റിയ മട്ടിലിരിക്കുകയാണ്. ഋതുവിന്റെ അടുത്തേക്ക് പല്ലവി വന്നിട്ട് പറഞ്ഞു, അതെ, അമ്മ പറഞ്ഞു രാജേഷ്മി അമ്മ വന്ന കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഋതു
പല്ലവി ഒന്ന് നോക്കുവാണ്. അല്ല, നീ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ഋതു പറഞ്ഞു, പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? അവരെ പൂവിട്ട് പൂജിക്കണമായിരുന്നോ? അവർക്ക് എന്നെ അങ്ങോട്ട് വിളിച്ചോണ്ട് പോണം പോലും. മകന്റെ ഭാര്യയായിട്ട് എന്റെ പട്ടി പോവും അങ്ങോട്ടേക്ക്. ഋതു, നീ ഇങ്ങനൊന്നും പറയരുത്. അത് ഒന്നുമില്ലേലും ഇന്ദന്റെ ഒരു കുഞ്ഞ് നിന്റെ വയറ്റി വളരുന്നില്ലേന്ന് ചോദിച്ചു. കുഞ്ഞ് ആ പിശാശിന്റെ സന്തതി എന്റെ വയറ്റി വളരുന്നുണ്ട്. എനിക്ക് വെറുപ്പാന്ന് പറഞ്ഞു. പല്ലി പറഞ്ഞു, ഇങ്ങനെ പറയരുത്. വയറ്റി കിടക്കുന്ന കുഞ്ഞ് ഇതൊക്കെ അറിയുന്നുണ്ടായിരിക്കും. കാരണം അമ്മയുടെ ഓരോ ചലനങ്ങളും കാര്യങ്ങളും അതിന് മനസ്സിലാവുമെന്ന് പറഞ്ഞു. വെറുതെ എന്തിനാ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? നീ ഒന്ന് കൂളാവാൻ പറഞ്ഞു. എങ്ങനെ കൂളാവെന്ന് പറ. അവൻ ചെയ്ത ദ്രോഹങ്ങളൊന്നും എനിക്ക് അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇപ്പൊ എല്ലാരും കൂടെ കൂടിയിട്ട് എന്നോട് അങ്ങോട്ടേക്ക് പോകാൻ പറയുന്നു. ഞാൻ അങ്ങോട്ടേക്ക് പോകുവോ? എന്നെ കൊന്നെന്ന് പറഞ്ഞാലും ഞാൻ പോകത്തില്ല. അവിടെ പോയി താമസിക്കാൻ ഞാൻ ഒരിക്കലും ഒരുക്കല്ല. എനിക്ക് അവനെ വേണ്ട, ഈ ഇന്ദ്രൻ എന്ന് പറയുന്നവനെ. ഋതു, നീ ഒന്ന് സാവധാനത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഒന്ന് സമാധാനപ്പെട്. നീ ഇങ്ങനെ വെറുതെ വയലന്റ് ആയാലോ ടെൻഷൻ അടിച്ചിട്ടൊന്നും ഒരു പരിഹാരം ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി പല്ലവി, ഞാൻ അങ്ങോട്ടേക്ക് പോകത്തില്ല. എനിക്ക് അവനെക്കുറിച്ച് പറയുന്നതും കേൾക്കുന്നതും പോലും ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും പല്ലവി പറഞ്ഞു, ഋതു, കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും നിന്റെ കുഞ്ഞുങ്ങോട് വരും. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും നീ ഇതെല്ലാം മറക്കും. കാരണം കുഞ്ഞിന്റെ മുഖം കണ്ടുകഴിയുമ്പോൾ വേറൊന്നും ഓർക്കില്ല. നീ ആ കുഞ്ഞിനെ സ്നേഹിക്കാൻ തുടങ്ങും. ഇപ്പോഴീ കാണിക്കുന്ന വെറുപ്പും കാര്യങ്ങളൊന്നും അപ്പോഴുണ്ടാകത്തില്ല. ഇത് ഞാനാ പറയണ, നീ കണ്ടോന്നൊക്കെ ഋതുവിനോട് പറയണം. ഋതുവിനെ ഒന്നും കേട്ടിട്ട് സമാധാനമായില്ല. പല്ലവി പിന്നെ അവിടെ വന്നില്ല. പല്ലവി അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. അതേസമയം രാജലക്ഷ്മി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വന്നു. ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വന്ന് കാറിന്ന് ഇറങ്ങണ സമയത്ത് ഇന്ദ്രൻ അങ്ങോട്ട് ഓടിച്ചെന്നു. എന്നിട്ട് ചോദിച്ചു, അമ്മ എവിടെ പോയതാ? പൊന്നുമടത്തിൽ പോയെന്ന് ചോദിച്ചു. എന്താടാ? പൊന്നുമടത്തിലേക്ക് എന്തിനാ പോയത്? അല്ല, ഇത്ര പെടുന്ന ഈ കാര്യങ്ങളൊക്കെ നീ അറിഞ്ഞോ? അവളെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ തൊലി ഉരിഞ്ഞു പോയെന്ന് പറയാ. അമ്മ എന്തിനാ അങ്ങോട്ട് പോയെന്ന് ചോദിച്ചു. എടാ, അത് പിന്നെ നിന്റെ ഭാര്യയല്ലേ അവിടെയുള്ളേ, അവളെ ഇങ്ങോട്ടേക്ക് വിളിക്കാൻ വേണ്ടി പോയതാ. അമ്മയ്ക്ക് ഇതെന്താ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചോ? എനിക്ക് അവളെ വേണ്ടാന്ന് പറഞ്ഞു. എടാ ഇന്ദിര, വേണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നിന്റെ ഒരു കുഞ്ഞ് അവളുടെ വയറ്റി വളരുന്നുണ്ട്. കുഞ്ഞാണ് പോലും. അമ്മേ, മനുഷ്യനെ നാണം കെടുത്താനാണ് അമ്മയുടെ തീരുമാനം. ഇത് കേട്ടപ്പോ രാജേഷ് പറഞ്ഞു, എടാ നീ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ശരിയാകത്തില്ല. ഓ, അപ്പൊ അമ്മയുടെ ഇപ്പൊ ഭാരം ഞാനായിരിക്കും അല്ലേ? അതെ, എന്താ സംശയം? ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണന്മാർ എന്ത് ചെയ്യും? പെൺമക്കളാണ് കെട്ടിച്ചു വിടും. ആൺമക്കളാണെങ്കിൽ വേറൊരു എവിടെ നിന്നൊരു പെണ്ണിനെ കണ്ടുപിടിച്ച് അവളെ കൊണ്ട് കെട്ടിപ്പിച്ച് ബാധ്യത അങ്ങോട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നത്. ഓ, അപ്പൊ ഞാൻ അമ്മയ്ക്ക് ബാധ്യതയാണല്ലേ? എന്താ സംശയം? നീ എനിക്കൊരു ഭാരം തന്നെയാ. നീ ഒന്ന് ഒഴിവായി പോയ സമാധാനം ആവുമെന്ന് പറഞ്ഞു. എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയണേ? എന്താടാ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഒഴിവായി പോകാൻ പറ്റുമെങ്കിൽ നീ ഒന്ന് ഒഴിവായി പോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറിപ്പോയി രാജലക്ഷ്മി. ഒട്ടും സഹിച്ചില്ല ഇന്ദ്രനത്. ഇതേ സമയത്ത് സേതുവിന്റെ ഫോണിലേക്ക് മയൂരി വിളിക്കുകയാണ്. എന്താ മോളെ വിളിച്ചെന്ന് ചോദിച്ചു. അതെ, സേതുവിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ഉണ്ടായിരുന്നു പറഞ്ഞു. അതെ, സേതുവേണ്ണ അവിടെ വന്ന് അങ്ങനെയൊക്കെ സംസാരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. പപ്പ ഒരു കാരണവശാലും സമ്മതിക്കില്ല. അമ്മയെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. അതെന്താ മോളെ അങ്ങനെ പറഞ്ഞേ? പപ്പ അന്ന് ആ പ്രശ്നം നടന്നതിന് ശേഷം, ഇവിടെ വന്നതിന് ശേഷം ഒരു ദിവസം ആത്മഹത്യ ചെയ്യാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. ഞാൻ കൃത്യസമയത്ത് ചെന്നുകൊണ്ട് മാത്രം പപ്പ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞു. ഇതൊന്നും മോള് ഞങ്ങളോട് പറഞ്ഞില്ലോ. അതെ, അതൊന്നും പറയാൻ പറ്റില്ല സേതുവേട്ട. പിന്നെ അത് മാത്രമല്ല, ശ്രീകാന്തിന്റെ കാര്യം പപ്പ എടുത്തിട്ടതിന് പിന്നിലെ വ്യക്തമായൊരു കാരണം ഉണ്ടെന്ന് പറഞ്ഞു. അതെന്താ? അത് സേതുവേട്ടനോട് ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു തവണ ശ്രീകാന്ത് എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അന്ന് തന്റെ കയ്യെ കയറി ശ്രീകാന്ത് പിടിച്ചു. അന്ന് പപ്പ വന്ന് അവനെ തല്ലിയതൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയാണ്. ഒരു പക്ഷെ ശ്രീകാന്തിന് ഇപ്പൊ എന്നോട് ദേഷ്യമായിരിക്കും. എന്താ അവന്റെ മനസ്സിലുള്ളതെന്ന് എനിക്ക് അറിയത്തില്ല. പപ്പ അതൊക്കെയാണ് മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത്. ഒരു കാരണവശാലും ഈ ബന്ധം നടക്കില്ല എന്ന് പപ്പയ്ക്ക് അറിയാം. അതുകൊണ്ടാണ് പപ്പ സേതുവേട്ടനോട് പറഞ്ഞിരിക്കുന്നത്, സേതുവേട്ടനെ വെല്ലുവിളിച്ചിരിക്കുന്നത്, ശ്രീകാന്തും ഞാനും തമ്മിലുള്ള കല്യാണം നടത്താനായിട്ട്. പക്ഷേ എനിക്ക് ഒരു കാര്യം ഞാൻ പറയാം, എനിക്ക് ശ്രീകാന്തിനോട് ദേഷ്യവും കാര്യങ്ങളൊന്നുമില്ല. ശ്രീകാന്തിന് വിവാഹത്തിന് സമ്മതമാണെങ്കിൽ എനിക്ക് സമ്മതം. അത് സേതുവേട്ടനോട് പറയാൻ വേണ്ടി ഞാൻ വിളിച്ചേ. ശ്രീകാന്തിന്റെ വിവാഹത്തിന് വേണ്ടി സമ്മതിച്ചുകൊണ്ട് വരുവാണെങ്കിൽ എനിക്ക് അതിനകത്ത് ഒരു എതിർപ്പും ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. ഇനി പപ്പ എതിർത്താലും ഞങ്ങൾ ഒന്നിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. ഇത് സേതുവേട്ടനോട് എനിക്കൊന്ന് പറയണം തോന്നി, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സേതു പറഞ്ഞു, നീ ധൈര്യമായിട്ടിരിക്കും മോളെ, ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ മയൂരി ആശ്വസിപ്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.